ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുഞ്ഞുമക്കളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ദേഷ്യം വരാതിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. പലർക്കും നമ്മുടെ കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട് അല്ലേ? പക്ഷെ അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അവർക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ പോലും നമ്മളോട് പറയാനായിട്ട് അവർ മടിക്കും. മടി എന്നതല്ല, അവർക്ക് മറന്നു പോവും എന്നുള്ളതാണ് സത്യത്തിൽ പറയാൻ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ മിക്ക പാരൻസും ഇപ്പോൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് പറയാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഓൺ ദ സ്പോട്ട് തന്നെ അവർക്ക് പറയാൻ പറ്റുന്നില്ല. അവർ സ്തംഭിച്ച പോലെ ഒരു അവസ്ഥയിലായിരിക്കും ഇരിക്കുന്നത് അല്ലേ? ഇതെന്താണ്, ഇതൊന്നും അറിയില്ല എന്നൊരു മട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓവറായിട്ട് അവരോട് ദേഷ്യപ്പെടുമ്പോഴും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴും കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൽ, അതായത് കുഞ്ഞുങ്ങളുടെ ആ ഒരു തോട്ടിൽ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഉണ്ടാവുന്നത്. അതായത് സ്ട്രെസ് ആയിട്ടുള്ള ഹോർമോൺസ് കയറാനും, അതായത് അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺസ് കൂടാനും, അതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളും നമ്മളോട് പറയാൻ പറ്റാതെ വരികയും അവർ ഈ സ്തംഭിച്ച പോലെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മേലധികാരികൾ ആരെങ്കിലും നമ്മളെ ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡേ എങ്ങനെയായിരിക്കും? നമുക്ക് നല്ല എൻകറേജ് ആയിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഷൗട്ടിങ്, അങ്ങനെ ഒരു വഴക്കൊക്കെ കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. പിന്നെ നമുക്ക് ആ ജോലിയോട് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാനോ, ആ ഡേ മൊത്തം ഒരു നെഗറ്റീവ് ഡേ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സെയിം കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെയാണ്. അപ്പം നമ്മൾ പഠിപ്പിക്കാനിരിക്കുമ്പോൾ കുഞ്ഞുമക്കളുടെ അടുത്ത് നമ്മളും അതുപോലെ തന്നെ ഒരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്തതിന് ശേഷം ഇരിക്കാൻ പറയുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് തെറ്റ് പറ്റുമ്പോൾ അല്ലെങ്കിൽ തെറ്റായിട്ട് ഉത്തരങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിക്കേണ്ടത്, നിനക്ക് എന്താണ് ഇവിടെ പറ്റിയത്? എങ്ങനെയാണ് നിനക്ക് തെറ്റ് പറ്റുന്നത്? നിനക്ക് മനസ്സിലാവുന്നത് ഏത് രീതിയിലാണ്? നിനക്ക് പഠിച്ചാൽ മനസ്സിലാവുന്നത് ആ രീതിയിൽ ഞാനും നിനക്ക് ഹെൽപ്പ് ചെയ്തു തരാം എന്ന ഒരു കാര്യം നമ്മൾ കുഞ്ഞുങ്ങളോട് അങ്ങോട്ട് ഓഫർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ട് ചോദിക്കുക. മേ ബി അവരുടെ മനസ്സൊന്ന് കം ഡൗൺ ആവുമ്പോൾ, അല്ലെങ്കിൽ ആ സ്ട്രെസ് ഹോർമോൺ ഒന്ന് കുറയുമ്പോൾ, ഈ സ്ട്രെസ് ഹോർമോൺ മീൻസ് അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലാത്ത ഒരു കണ്ടീഷനിലോട്ട് പോകാനും പഠിച്ചതൊക്കെ മറക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അവർക്ക് വേറെ ഒന്ന് ചിന്തിക്കാനോ, യുക്തിപരമായിട്ട് ചിന്തിക്കാനോ, ഒന്ന് ആലോചിച്ച് ഉത്തരം പറയാനോ ഉള്ള ആ ഒരു പ്രോസസ്സിങ് അപ്പോൾ കുഞ്ഞുമക്കൾക്ക് നടന്നു എന്ന് വരില്ല. സോ നമ്മൾ സ്ട്രെസ് കൂട്ടാതെ കുഞ്ഞുങ്ങളോട് കാം ഡൗൺ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി, അതല്ല നമുക്കറിയാം നമുക്ക് പാടാണ് പഠിപ്പിച്ചെടുക്കാൻ. പക്ഷേ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ അല്ല. ചില കുഞ്ഞുങ്ങൾക്ക് ഒരു 5 വട്ടം പറഞ്ഞാൽ മതിയായിരിക്കും, ചില കുഞ്ഞുങ്ങൾക്ക് അത് ഒരു 10 വട്ടം പറയേണ്ടി വരും. അത് നമ്മൾ മനസ്സിലാക്കി അവരോടൊത്ത് അവരുടെ മനസ്സ് മനസ്സിലാക്കി വേണം നമ്മൾ പഠിപ്പിക്കാനിരിക്കാനും. അപ്പോൾ ഹാപ്പി പാരന്റിങ്. വീണ്ടും അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റാ.